3. നമസ്കാരം. കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണത്തെക്കുറിച്ചും അതിന്റെ പിന്നിലെ ഐതിഹ്യത്തെക്കുറിച്ചും നമ്മളിൽ പലർക്കും അറിയാമായിരിക്കും. എങ്കിലും ഇതുവരെ കൃത്യമായി മനസ്സിലാക്കാത്ത സുഹൃത്തുക്കൾക്കായി ഓണം എന്തിനാണ് ആഘോഷിക്കുന്നത് എന്നും അതിന്റെ പ്രധാന ആചാരങ്ങൾ എന്തൊക്കെയാണെന്നും വളരെ ലളിതമായി ഇവിടെ വിശദീകരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മഹാബലി ചക്രവർത്തിയുടെ ഓർമ്മയ്ക്കായി മലയാളി സമൂഹം ഒത്തുകൂടുന്ന ഈ മനോഹരമായ ഉത്സവത്തിന്റെ ചരിത്രത്തിലേക്ക് നമുക്ക് ഒന്നു പോകാം. ഓണത്തിന്റെ ഐതിഹ്യം. പണ്ടുകാലത്ത് കേരളം ഭരിച്ചിരുന്ന അസുര ചക്രവർത്തിയായിരുന്നു മഹാബലി. അസുരനാണെങ്കിലും അദ്ദേഹം വളരെ നീതിമാനും ദയാലുവും പ്രജകളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച ഭരണാധികാരിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് കേരളത്തിൽ കള്ളവും ചതിയുമില്ലായിരുന്നു. എല്ലാവരും സമത്വത്തോടും സന്തോഷത്തോടും കൂടിയാണ് ജീവിച്ചിരുന്നത്. മഹാബലിയുടെ ഈ ജനപ്രീതിയും കീർത്തിയും കണ്ട് അസൂയ പൂണ്ട ദേവന്മാർ തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് മഹാവിഷ്ണുവിനെ സമീപിച്ചു. ദേവന്മാരെ രക്ഷിക്കാനായി മഹാവിഷ്ണു വാമനൻ എന്ന ചെറിയ ഒരു കുട്ടിയുടെ രൂപത്തിൽ ഭൂമിയിലെത്തി മഹാബലിയോട് 3 അടി മണ്ണ് ദാനമായി ചോദിച്ചു. വാമനൻ താൻ അളന്ന ആദ്യ അടിയിൽ ഭൂമിയെയും രണ്ടാമത്തെ അടിയിൽ ആകാശത്തെയും അളന്നു. 3-ാമത്തെ അടി എവിടെ വെക്കണം എന്ന് ചോദിച്ചപ്പോൾ മഹാബലി തന്റെ ശിരസ്സു കുനിഞ്ഞുകൊടുത്തു. അങ്ങനെ വാമനൻ തന്റെ കാൽപാദം മഹാബലിയുടെ തലയിൽ വെച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് അമർത്തി. എങ്കിലും തന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ വർഷത്തിലൊരിക്കൽ വന്നു കാണാൻ മഹാബലിക്ക് വിഷ്ണു ഭഗവാൻ വരംന ചില്ല് എൽക്ക ഇനാർ. ആ വരപ്രസാദത്തിന്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ എല്ലാ വർഷവും ഓണം ആഘോഷിക്കുന്നത്. പ്രധാന ആചാരങ്ങൾ. ഓണം 10 ദിവസത്തെ വലിയൊരു ആഘോഷമാണ്. അത്തനാളിൽ തുടങ്ങി തിരുവോണം വരെ നീളുന്ന ഈ ദിവസങ്ങളിൽ ചില പ്രധാന ആചാരങ്ങളുണ്ട്. 1. അത്തപ്പൂക്കോലം. ഓണക്കാലത്ത് വീടുകളുടെ മുന്നിൽ വിവിധതരം പൂക്കൾ കൊണ്ട് മനോഹരമായ പൂക്കളങ്ങളിട്ട് മഹാബലിയെ വരവേൽക്കുന്നു. 2. ഓണസദ്യ. തിരുവോണം നാളിൽ ഇലയിൽ വിളമ്പുന്ന 26-ലധികം കൂട്ടങ്ങളുള്ള വിഭവസമൃദ്ധമായ സദ്യ ഓണത്തിന്റെ പ്രധാന ഹൈലൈറ്റാണ്. 3. വള്ളംകളി. പമ്പാനദിയിലും മറ്റ് ജലാശയങ്ങളിലും ആവേശകരമായി നടക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം. 4. പുളിക്കളി. ശരീരത്തിൽ കടുവയുടെയും മനുഷ്യന്റെയും രൂപങ്ങൾ വരച്ച് മേളത്തിനൊപ്പിച്ച് നൃത്തം ചെയ്യുന്ന ഒരു നാടൻ കലാരൂപം. 5. കൈകൊട്ടിക്കളി. സ്ത്രീകൾ പരമ്പരാഗത വേഷം ധരിച്ച് നിലവിളക്കിന് ചുറ്റും കൈകൊട്ടി പാടിയാടുന്ന നൃത്തം. ചുരുക്കത്തിൽ ജാതിമത ഭേദമില്ലാതെ മലയാളികൾ എല്ലാവരും ഒത്തുകൂടി സന്തോഷം പങ്കിടുന്ന സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും ഉത്സവമാണ് ഓണം.